അടുത്ത ബിഗ് ബോസ് ഞാൻ തരുന്ന വാർത്ത എന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ നന്നായി വരട്ടെ. അതിൽ കൂടെ എനിക്ക് സന്തോഷം. ദാസേട്ടന്റെ കൂടെ രേണുസുതി വന്നു വൈറലായി ബിഗ് ബോസ്. ബിഗ് ബോസ് പോയി രേണു റീൽ ഉണ്ടാവില്ല. എന്റെ റീൽ കാണാൻ പോകുന്നത് അടുത്ത രേണുസുതി, സോറി അടുത്ത ശ്രീലക്ഷ്മി എന്ന്. അല്ല, രേണുസുതി ബിഗ് ബോസിൽ പോയി വന്നിനി 100 days നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് വന്നിട്ട് റീൽ ഉണ്ടാവോ? ഒന്നും പറയാൻ പറ്റില്ല. അവിടെ അതോടുകൂടി അവളെ എല്ലാവരും പിടിച്ച് താത്തു ഒന്നും പറയാൻ പറ്റില്ല. അവിടെ വൻ പോരാട്ടമാണ് ബിഗ് ബോസ്. ഈ വീഡിയോ പോലും ബിഗ് ബോസ് വൻ ഹൈപ്പ് കയറിയ ആൾക്കാരിൽ പുറത്തു വന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രം അതിജീവിച്ച് മുന്നോട്ട് വന്നു. ബാക്കി എല്ലാവരും നാമാവശേഷമായി. അതുപോലെ രേണു വരാതിരിക്കട്ടെ, നല്ലൊരു പോരാളിയായി രേണു മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പെരേര എന്നെ രാവിലെ വിളിച്ചു ശ്രീലക്ഷ്മി. എന്നെ രാവിലെ വിളിച്ചു, ദാസോട്ട ഞാൻ പെരേരയുടെ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടതാണ്. ഫോട്ടോഷൂട്ട് എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ ശ്രീലക്ഷ്മി ചെയ്ത് അതിനിപ്പോൾ എന്താ ദാസോട്ടോട് ചോദിച്ച് ഞാൻ ചെയ്യാം. എന്താ എന്നോട് എല്ലാ കാര്യം പറയാറുണ്ട്, ഇന്ന സാധനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപദേശങ്ങളും കൊടുക്കാം. നമ്മൾ ചെയ്തോ പെരേര. ഇനിയിപ്പോൾ എന്താ, പെരേര ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്രത്തോളം വൈറലാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ. അത് കല്യാണം കഴിച്ച് പുറത്തേക്ക് കേട്ട സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്തില്ല. ഒരു ഇന്റിമസിയിൽ ഒന്നും ഇല്ലല്ലോ അല്ലേ. പക്ഷെ ഇത്രത്തോളം ഒരു ഇന്റിമസി പോലും ഇല്ലാതെ ഇത്രത്തോളം വൈറലായ ഒരു വീഡിയോ വേറെ ഒന്നുമില്ല. പക്ഷെ എന്തായാലും സംഗതി ആരാ ചെയ്ത് അല്ലല്ലേ. എന്നെ എത്ര ആൾക്കാരെ വിളിച്ചെന്നറിയോ? സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. ദാസേട്ട അന്ന് നിങ്ങളോട് ചെയ്ത കുട്ടിയല്ലേ ഈ കുട്ടി, കുട്ടിയല്ലേ ഈ കുട്ടി, എന്താ കുട്ടിക്ക് പറ്റിയാണ്? ഒന്നും പറ്റിയില്ല, കുട്ടിക്ക് ഒന്നും പറ്റിയില്ല. എനിക്കറിയാം ഇതൊരു ആസൂത്രണമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. പിറ്റേന്ന് രാവിലെ ഇവർ രണ്ടാളും മാറ്റി പറയുന്നത് എനിക്കറിയാം. അതെനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഒന്നും കുട്ടിക്ക് ഒന്നും പറ്റിയില്ല. നാളെ രാവിലെ വിളിച്ചാൽ കുട്ടിക്ക് ഒന്നും പറ്റില്ല എന്നുള്ള കണ്ടില്ലേ, തിരിച്ചു പറഞ്ഞ വീഡിയോ കണ്ടില്ലേ, കുട്ടിക്ക് ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. തുടർന്നും ശ്രീലക്ഷ്മി അവരോട് കൂടെ വീഡിയോ ചെയ്യുന്ന അഭിപ്രായം അത് ശ്രീലക്ഷ്മിയുടെ ഇഷ്ടം. അത് ഞാൻ പറയാം. ശ്രീലക്ഷ്മി സിനിമാ ഫീൽഡിലൊക്കെ മോഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ശ്രീലക്ഷ്മി ആ രീതിയിലേക്ക് ഇപ്പം ചെയ്ത വീഡിയോ അല്ലാതെ ഇനി അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. സന്തോഷം. ശ്രീലക്ഷ്മി രാവിലെ തന്നെ വിളിച്ചു. ഞാൻ അറിയാതെ കാണുന്ന സമയത്ത് അയ്യോ ഇതെല്ലാം പറ്റി ഞാനും വിചാരിച്ച് കല്യാണം കഴിഞ്ഞു പോകുന്നു. അപ്പൊ എന്നെ രാവിലെ ശ്രീലക്ഷ്മി വിളിച്ചു. ഒറിജിനാലിറ്റി ആ ബൈക്ക് ബുള്ളറ്റിന്റെ മുകളിൽ കയറുന്ന സമയത്ത് അലൻ ജോസിന്റെ മുഖത്ത് എന്നാലും ഒരു ഇങ്ങനെ സാധനം ഉണ്ട്, ഒരു കള്ളലക്ഷണം പോലെ പോത്തില്ല. ഒരാളിങ്ങനെ സൂക്ഷ്മ അലനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ എന്തോ കണ്ടത്. പക്ഷെ ശ്രീലക്ഷ്മി പക്കിയായിട്ട് ശരിക്കൊരു സിനിമയിൽ നമ്മള് കല്യാണത്തിൽ അഭിനയിക്കുന്ന പോലെ തന്നെ നീ അഭിനയിച്ചില്ല. ഒന്നും പറയാനില്ല. അതിന് ആറാട്ടങ്ങളുടെ നോക്കാൻ്റെ രസം കേൾക്കാൻ വേണ്ടി വിഷ്ണു കൊച്ചിക്കാരൻ അടിക്കണം എന്ന് അവരുടെ അനുഗ്രഹമായി. അതൊക്കെ നന്നായിട്ട് അടിപൊളി. നിങ്ങൾ വിളിച്ചിട്ടാവും വന്ന് വിഷ്ണു വന്ന് എൻ്റെ കൂടെ വന്നു. ശരിക്കും മാലയും കൂടി അവൻ തരുന്ന സാധനമാണ് അടിപൊളിയായിരുന്നു. വിഷ്ണു ഇങ്ങനെ രണ്ടാളെ കയ്യിൽ മാല വന്നിരുന്നാണ്. സംഗതി അടിപൊളിയായി. സോഷ്യൽ മീഡിയ ശരിക്കും നല്ല രീതിയിൽ റീച്ച് കിട്ടും. ശ്രീലക്ഷ്മി മാരീഡ് ആണോ? ലൈഫിൽ മാരീഡ് ആണല്ലേ? അപ്പൊ പിന്നെ ഞാൻ ചോദിക്കാൻ വന്നതിൽ പ്രസക്തി ഇല്ല. ഓൾറെഡി മാരീഡ് ആണ്. ശരിക്കും അലൻ ജോസിന്റെ കല്യാണം ഉണ്ടോ? കഴിഞ്ഞോ? അല്ലെ നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ലെന്നോ? കല്യാണം ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അല്ലേ? ആഗ്രഹമുണ്ട്. ഞാൻ 25 വയസ്സ് കല്യാണം കഴിച്ചാണ്. കല്യാണത്തിന് പ്രത്യേക പ്രായപൂർത്തി അങ്ങനെ കല്യാണത്തില്ല. നമ്മുടെ മനസ്സ് മെച്ചൂറായ കല്യാണം കഴിക്കും. പ്രായപൂർത്തിയെ 18 വയസ്സ് എന്തായാലും കഴിയും. സോറി, ആണെങ്കിൽ 21 വയസ്സ്. സോറി. പിന്നെ 21 വയസ്സാണെങ്കിൽ മെച്ചൂറായി കല്യാണം കഴിക്കാൻ നോക്കാനുള്ള കപ്പാസിറ്റി വേണം. അല്ലാതെ ഒരാളെ വെറുതെ പട്ടി നമ്മൾ നോക്കാൻ കപ്പാസിറ്റി ഇല്ല. കല്യാണം നേരത്തെ കഴിക്കും. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചപ്പോൾ 42 വയസ്സായിരിക്കും 3 പിള്ളേരെ. എൻ്റെ മോൻ പ്ലസ് ടു പഠിക്കും. ഇപ്പൊ ഞാൻ എൻ്റെ മോന് നമ്മൾ ഷർട്ട് ഞങ്ങൾ ഒരുമിച്ചിടും, ഒരേ പാൻറ് ഇടും, ഒരേ ഷർട്ട് ഇടും. അണ്ടർവെയർ മാത്രം വാങ്ങാറുണ്ട്. പിന്നെ അച്ഛൻ്റെ പാൻറ് ഞാൻ ഇട്ടുന്നത്, അച്ഛൻ ഇന്ന് മോൻ്റെ ഷൂ ആണ്. അച്ഛൻ്റെ ഷൂ ഞാൻ ഇട്ടുന്നത്. അതൊരു നമുക്ക് കേൾക്കുന്ന സന്തോഷം. നമ്മുടെ മോൻ അത്ര വലുതായല്ലോ, ഒരേ ഷർട്ട് ഉപയോഗിക്കുക, ഒരേ പാൻറ് ഉപയോഗിക്കുക. എൻ്റെ 3 പിള്ളേരും എൻ്റെ വൈഫും എന്നെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്താണ്. ഏത് കാര്യങ്ങളും നമുക്കറിയാം. എൻ്റെ വൈബ് അവർക്ക് എന്തായാലും അറിയാം. എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക്